ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ആവശ്യമായിട്ട് പരപ്പനങ്ങാടി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയതല്ലേ, അവിടുത്തെ ബീച്ച് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അവിടെ അങ്ങനെ ഒരു നല്ലൊരു ബീച്ചുണ്ടോ, അല്ലെങ്കിൽ കടലിലെ ഏരിയ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു നമുക്ക് എൻട്രിയുള്ളൊരു ബീച്ചുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ചുമ്മാ ചോദിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിൽ പോയതാണ്. ഞങ്ങളങ്ങനെ എപ്പോൾ ഇവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാറുണ്ട്, എന്തെങ്കിലും ഒരു അടിപൊളി പ്ലേസൊക്കെ കണ്ട് കിട്ടാറുണ്ട്. പൊതുവേ ഞങ്ങൾ അങ്ങനെയാണ് തിരഞ്ഞ് ചോദിച്ച് പോകുന്നവരല്ലേ, മോഹൻലാൽ പറഞ്ഞ പോലെ അതുപോലെ ചോദിച്ച് പോകാറാണ് പതിവ്. അതുപോലെ ഇവിടെയും ഞങ്ങൾ എത്തി. ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഒരു പ്ലേസ് ഇറങ്ങിയപ്പം അവിടെ അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യുന്നുള്ള സ്ഥലമല്ല, ഇപ്പോൾ ചെന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. അതവർ മറ്റേ ഫിഷിങ്ങിന് പോകുന്ന തോണി ഇറക്കുന്നൊക്കെ ഒരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് വന്നാൽ തൂവൽ തീരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത്യാവശ്യം നല്ലൊരു പ്ലേസാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മെല്ലെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അധികം തിരക്കൊന്നുമില്ലാത്ത നല്ലൊരു ബീച്ച്. നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ അത്ര വലിയ ബീച്ചൊന്നുമല്ല, ഒരു ചെറിയൊരു ബീച്ച്. പക്ഷെ അത് കടലും കായലും കൂടി ജോയിൻ്റ് ആവുന്നൊരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി അവിടെ സൺസെറ്റൊക്കെ കാണാൻ. പിന്നെ അത്ര തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാമാണ്. കടലാണെങ്കിൽ അത്ര ഒരു നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും, ഒരുപാട് ആഴമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തീരം വരുന്നുണ്ട്. അപ്പോൾ സുഖമായിട്ട് കളിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ 3 പേരും നല്ല തിമിർത്ത് അർമാദിച്ച് കളിച്ചിട്ടുണ്ട്. കുഞ്ഞൂസാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു വെള്ളത്തിൽ കയറി കളിക്കാൻ വേണ്ടിയിട്ട്. അവനതിനകത്ത് ഇരിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ബീച്ചിലെ പോലെ തന്നെ ആസ് യൂഷ്വൽ കുറേ ഉപ്പിലിട്ടതും പോപ്കോണും ഐസ്ക്രീമും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കല്ലുമ്മക്കായും ഞങ്ങൾ ആദ്യം 2 കല്ലുമ്മക്ക വാങ്ങി. ലാസ്റ്റ് നമ്മൾ കടുക്ക പൊരിച്ചില്ലേ, കടുക്ക പൊരിച്ച 2 മേടിച്ച്. പിന്നെ ലാസ്റ്റ് 2 ഐസ്ക്രീമും വാങ്ങിച്ചു. ഐസ്ക്രീം കണ്ടപ്പോൾ നമ്മളെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവന് കൊടുക്കാൻ പറ്റില്ല, അവന് ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമൊക്കെ വരും, 1 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു പഴംപൊരി വാങ്ങി, അതിൽ പഴം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നോ രക്ഷ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഈ ഐസ്ക്രീമിൻ്റെ താഴത്തെ ബിസ്ക്കറ്റ് പീസ് ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്ത് പറ്റിച്ച് അങ്ങനെ. പക്ഷെ ആളിച്ചിരി കുശുമ്പനാണ്. അവൻ്റെയാണ് അപ്പയും അവൻ്റെയാണ് ഉമ്മി. ഞങ്ങൾ 2 പേരും ക്ലോസ് ആകാൻ പാടില്ല, അപ്പം അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരും. അങ്ങനത്തെ ചെറിയൊരു കുശുമ്പ് സുഖമായിട്ട് ഉണ്ടാവാൻ. എനിക്ക് തോന്നുന്നു ഒരുവിധം ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണെന്ന്. അതിന് കച്ചറ ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. അത്യാവശ്യം രാത്രിയായപ്പോൾ ഞങ്ങൾ അങ്ങനെ പതുക്കെ തിരിച്ചു പോന്നു. കുറേ നല്ല പിക്ചേഴ്സ് കിട്ടി കേട്ടോ. ചാച്ചൻ എനിക്ക് നല്ല പിക്ചേഴ്സ് കുറേ എടുത്തു തന്നു. അപ്പോൾ ശരി, ഓക്കെ, ബൈ.